അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. വ്യാസ ഉവാച അപുത്രസ്യ ഗതിർനാസ്തി ന സുഖം മാനസേ തഥാ തദർത്ഥം ദുഃഖിതശ്ചാഹം ചിന്തയാമി പുനഃ പുനഃ തപസാ തോഷയാമ്യദ്യ കം ദേവം വാഞ്ഛിതാർത്ഥദം ഇതി ചിന്താതുരോസ്മ്യദ്യ ത്വാമഹം ശരണം ഗതാ. സർവജ്ഞോസി മഹർഷേ ത്വം കഥയാശു കൃപാനിധേ കം ദേവം ശരണം യാമി യോ മേ പുത്രം പ്രദാസ്യതി. സൂത ഉവാച ഇതി വ്യാസേന പൃഷ്ടസ്തു നാരദോ വേദവിന്മുനി. ഉവാച പരയാ പ്രീത്യ കൃഷ്ണം പ്രതി മഹാമനാ. നാരദ ഉവാച പാരാശര്യമഹാഭാഗാ യത്വം പൃച്ഛസി മാമിഹ തമേവാർത്ഥം പുരാ പൃഷ്ടാ പിത്രാ മേ മധുസൂദന. ധ്യാനസ്ഥം ച ഹരിം ദൃഷ്ട്വാ പിതാ മേ വിസ്മയം ഗതാ. പര്യപൃച്ഛത ദേവേശം ശ്രീനാഥം ജഗതപതിം. കൗസ്തുഭോദ്ഭാസിതം ദിവ്യം ശംഖചക്രഗദാധരം. പീതാംബരം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം. കാരണം സർവലോകാനാം ദേവദേവം ജഗദ്ഗുരും. വാസുദേവം ജഗന്നാഥം തപ്യമാനം മഹത്തപാ. ബ്രഹ്മോവാച ദേവദേവ ജഗന്നാഥ ഭൂതഭവ്യഭവത് പ്രഭോ
തപശ്ചരസി കസ്മാത് ത്വം കിം ധ്യായസി ജനാർദ്ദന വിസ്മയോയം മമാത്യർത്ഥം ത്വം സർവജഗദാം പ്രഭു ധ്യാനയുക്തോസി ദേവേശ കിഞ്ച ചിത്രമതഃ പരം ത്വന്നാഭികമലാജ്ജാത കർത്താഹമഖിലസ്യ ച ത്വത്ത കോപ്യധികോസ്ത്യത്ര തം ദേവം ബ്രൂഹി മാപതേ ജാനാമ്യഹം ജഗന്നാഥ ത്വമാദിഃ സർവകാരണം കർത്താ പാലയിതാ ഹർത്താ സമർത്ഥഃ സർവകാര്യകൃൽ ഇച്ഛയാ തേ മഹാരാജ സൃജാമ്യഹമിദം ജഗൽ ഹരഃ സംഹരതേ കാലേ സോപി തേ വചനേ സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 28-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ പാരായണം ചെയ്തത്. അതിൻ്റെ ഭാഷാഗാനമാണ്, തർജ്ജമയാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടായി ഇവിടെ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മകനില്ലാത്തവനെന്നും ഒട്ടും തന്നെ ഗതിയില്ല, മനസ്സിനു അതിനാലേ സുഖവുമില്ല. മഹാമുനെ ഞാനതിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, മമ മനമത്യധികം ദുഃഖാകുലം താ. അഭീഷ്ടപ്രദനായുള്ള ഏതു ദേവനെയാണു ഞാൻ അതിതീവ്രതപത്താൽ സന്തോഷിപ്പിക്കുക. അക്കാര്യത്തിൽ ചിന്താകുലനായിരിക്കുകയാണു ഞാൻ, അങ്ങയെ ശരണം പ്രാപിച്ചിടുന്നു ഇപ്പോ. എല്ലാം അറിയുന്ന മുനെ കൃപാനിധി പറയണേ, എനിക്കൊരു പുത്രനെ ലഭിച്ചിടാനായി. ഏതു ദേവനെയാണു ഞാൻ ശരണം പ്രാപിക്കേണ്ടതു എന്നതിനു മറുപടി പറഞ്ഞിടണേ. വേദവ്യാസനീ വിധത്തിൽ ചോദിച്ചതു കേട്ട നേരം, വേദജ്ഞനാം ദേവർഷിയാം നാരദ മുനി വലിയ സന്തോഷത്തോടെ വിടർന്നതാം നേത്രത്തോടെ വേണ്ടവണ്ണമീ വിധത്തിൽ പറഞ്ഞുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാഭാഗ്യവാനായിടും പരാശരപുത്ര ഭവാൻ മറുപടിക്കായി എന്നോടു ചോദിച്ച ചോദ്യം, മമ പിതാവായിടുന്ന ബ്രഹ്മദേവൻ പണ്ടൊരിക്കൽ മധുസൂദനോടായും ചോദിച്ചുവല്ലോ. മധുസൂദനോടായും ചോദിച്ചുവല്ലോ. ദേവദേവൻ ജഗന്നാഥൻ ശ്രീപതിയാം മഹാവിഷ്ണു
ദേഹത്തിലോ പീതാംബരം ധരിച്ചുകൊണ്ടും ദിവ്യനായും ശംഖചക്ര ഗദാദികൾ ധരിച്ചിട്ടും ദിവ്യനായും ശംഖചക്ര ഗദാദികൾ ധരിച്ചിട്ടും ദേഹത്തിലായി ശ്രീവത്സമാം മറുകോടയും കൗസ്തുഭമാം രത്നത്താലെ ശോഭിച്ചിടുന്നവനായും കരങ്ങൾ നാലുള്ളതായും സർവലോകത്തിൻ കാരണഭൂതനായിട്ടും ജഗത്തിനു ഗുരുവായും കണ്ടു ജഗന്നാഥനായ വാസുദേവനെ മഹത്തായ തപസ്സു ചെയ്യുന്നവനുമായ ഹരി മഹാവിഷ്ണു ധ്യാന നിരതനായിരിക്കേ മമ പിതാവായ ബ്രഹ്മൻ അത്യന്തം വിസ്മിതനായി മന്ദസ്മിതം തൂകി മെല്ലെ ചോദിച്ചുവല്ലോ, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭൂതഭവ്യഭവത്പ്രഭുവായിടുന്ന ജഗന്നാഥ, ഭാഗ്യമായി അടിയനു തവ ദർശനം. ഭഗവാനെ തവ തപസ്സിനു കാരണമെന്താണ്? ഭഗവാനെ ജനാർദ്ദന ആരെ ധ്യാനിപ്പൂ? അത്യധികം വിസ്മയമായി തോന്നിയിടുന്നു എനിക്കിപ്പോൾ അഖില ജഗത്തിൻ്റെയും പ്രഭുവാം ഭവാൻ. ആരെയോ ധ്യാനിച്ചിരിക്കുന്നതു ഏറെ വിചിത്രം താൻ, അതിൽ പരം വിചിത്രമായി മറ്റെന്തുള്ളത്? അങ്ങയുടെ നാഭി കമലത്തിൽ നിന്നു ജനിച്ച ഞാൻ അഖില ജഗത്തിൻ്റെയും സൃഷ്ടാവാണല്ലോ. അങ്ങയേക്കാൾ ആരാധ്യനായി മറ്റാരാണു ലക്ഷ്മീപതേ? ആ ദേവനാരാണെന്നതു പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലയോ ജഗത്തിൻ പതേ, സർവകാരണവുമങ്ങ്, അങ്ങു തന്നെ സ്രഷ്ടാവും നൽ രക്ഷിതാവും താൻ. അങ്ങാണല്ലോ സംഹർത്താവും കാര്യരൂപമായിട്ടുള്ള അഖിലത്തിനും കർത്താവും അറിയുന്നു ഞാൻ. അങ്ങയുടെ ഇച്ഛയനുസരിച്ചല്ലോ ദേവാ ഞാനും അഖില ജഗത്തിനെയും സൃഷ്ടിച്ചിടുന്നു. അവകാലമെത്തിയിടുമ്പോൾ ഹരൻ സംഹരിച്ചിടുന്നു. അദ്ദേഹവും തവ ആജ്ഞാനുവർത്തി സദാ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ജ്ഞാനയജ്ഞം, അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 35-ാമത്തെ ദിവസം. ദേവി ഭാഗവതം ആദ്യ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ ആണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അത് തന്നെയാണ് പാരായണം ചെയ്തതും ഭാഷാഗാനമായി സമർപ്പിച്ചതും. ഇവിടെ നാരദ മഹർഷി വേദവ്യാസൻ്റെ അടുത്ത് വന്നു. മേരുപർവ്വതത്തിൻ്റെ താഴ്വരയിൽ നാരദൻ ചോദിച്ചു, അങ്ങയ്ക്ക് എന്താണ് വല്ലാത്ത ഒരു ചിന്തയുണ്ടല്ലോ, പദസ്വമേ, എന്നോട് പറയൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ വേദവ്യാസൻ പറയുകയാണ്, അപുത്രസ്യ ഗതിർനാസ്തി ന സുഖം മാനസേ തത തദർത്ഥം ദുഃഖിതശ്ചാഹം ചിന്തയാമി പുനഃപുനഃ. കഴിഞ്ഞ ദിവസം നമ്മൾ ആ കളവിംഗ പക്ഷി അല്ലെങ്കിൽ കുരരിപ്പക്ഷി, കുരിയിൽ പക്ഷി എന്നൊക്കെ പറയുന്ന ആ പക്ഷിയെ കണ്ട വേദവ്യാസൻ്റെ ഉള്ളിലുണ്ടായ വേവലാദികളെക്കുറിച്ച് പറയുകയുണ്ടായി. അത് തന്നെയാണ് വേദവ്യാസം പറയണത്. പുത്രനില്ലാത്തവന് ഗതിയില്ലല്ലോ, അതുകൊണ്ട് ന സുഖം മാനസേതത, അതുകൊണ്ട് മനസ്സിൽ സുഖവുമില്ല. അതിനെക്കുറിച്ചാണ് തദർത്ഥം ദുഃഖിതശ്ചാഹം, അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ചിന്തയാമി പുനഃപുന, വീണ്ടും വീണ്ടും ഞാനത് ചിന്തിക്കുകയും ചെയ്യണു. നമ്മുടെ ദുഃഖങ്ങളൊക്കെ ചിന്തയിൽ നിന്നാണ് ദുഃഖമായിട്ട് മാറുക, അല്ലേ? ഒരു കാര്യം കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് അതേക്കുറിച്ച് ദുഃഖിക്കും. ഇതേപോലെ അത് കാര്യം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കണു, അതേക്കുറിച്ച് ചിന്തിക്കണു, എനിക്ക് ദുഃഖം ഉണ്ടാവണം. തപസാ തോഷയാമ്യദ്യ കം ദേവം വാഞ്ചിതാർത്ഥദം ഇതി ചിന്താതുരോസ്മ്യദ്യ ത്വാമഹം ശരണം ഗത. അഭീഷ്ടപ്രദനായ എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ മോചനം നേടാൻ അഭീഷ്ടപ്രദനായിരിക്കുന്ന, വാഞ്ചിതാർത്ഥദം ആയിരിക്കുന്ന ഏത് ദേവനെയാണ് ഞാൻ തപസ്സുകൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത്? തപസാ തോഷയാമ്യദ്യ കം ദേവം, ഏത് ദേവനെ? ഇത് ചിന്താതുരോസ്മ്യദ്യ, ഇത് വിചാരിച്ച് ഞാൻ ആകുലപ്പെട്ട് ഇരിക്കണു. ത്വാമഹം ശരണം ഗത, ഇപ്പോൾ ഞാൻ അങ്ങയിൽ ശരണാഗതിയായിരിക്കണു. ഞാൻ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരൂ. സർവജ്ഞോസി മഹർഷേത്വം, മഹർഷേ, അങ്ങ് എല്ലാം അറിയുന്ന ആളാണ്. കഥയാശു കൃപാനിധേ, കൃപാലുവായിരിക്കുന്ന കാരുണ്യാബ്ധിയായിരിക്കുന്ന അവിടുന്ന് ഇത് പറഞ്ഞു തരണേ. കം ദേവം ശരണം യാമി, ഏതു ദേവനെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത്? യോമേ പുത്രം പ്രദാസ്യതി, എനിക്കൊരു പുത്രൻ ഉണ്ടാവാൻ ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, ഇതി വ്യാസേന പൃഷ്ടസ്തു, വ്യാസനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ നാരദോ വേദവിന്മുനി, വേദവിത്തായിരിക്കുന്ന വേദജ്ഞനായിരിക്കുന്ന നാരദൻ ഉവാച പരയാ പ്രീത്യ കൃഷ്ണം പ്രതി മഹാമന, ആ കൃഷ്ണദ്വൈപായനൻ അതീവ സന്തുഷ്ടനായി മഹാമനസ്കനായ നാരദ മഹർഷി കൃഷ്ണദ്വൈപായനോട്, ആ വേദവ്യാസനോട് ഇങ്ങനെ പറഞ്ഞു. നാരദൻ്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കേൾക്കുന്നത്. നാരദൻ പറയുകയാണ്, പാരാശര്യ മഹാഭാഗ, ഹേ പരാശരപുത്രനായിരിക്കുന്ന മഹാഭാഗ്യവാനായിരിക്കുന്ന വേദവ്യാസ, അങ്ങ് യത്വം പൃച്ഛസി മാമിഹ, ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം, തമേവാർത്ഥം പുരാപൃഷ്ട,
അതിനെക്കുറിച്ച് തന്നെ പണ്ട് എൻ്റെ പിതാവ് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കേണ്ടായി. പുരാപൃഷ്ട പിത്രാമേ മധുസൂദനനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് ബ്രഹ്മാവ് ചോദിച്ചു. ആ വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണ്. ധ്യാനസ്ഥം ചം ഹരിം ദൃഷ്ടുവാ, ധ്യാനനിരതനായിരിക്കുന്ന ഹരിയെ കണ്ടു. എങ്ങനെയുള്ള ഹരി? ആ ഹരിയെ കണ്ടപ്പോൾ പിതാമേ വിസ്മയം ഗത, എൻ്റെ അച്ഛന് വല്ലാത്ത അത്ഭുതമായി മാറി. കാരണം എന്താ? പര്യപൃച്ഛത ദേവേശം ശ്രീനാഥം ജഗതപതിം, ലോകത്തിൻ്റെ മുഴുവൻ പതിയും ശ്രീഭഗവതിയുടെ നാഥനുമായിരിക്കുന്ന ദേവദേവനായിരിക്കുന്ന ആ ഭഗവാനോട് ചോദിച്ചു. എങ്ങനെയുള്ള ഭഗവാൻ? ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ വേഷഭൂഷാദികൾ എങ്ങനെയാ? കൗസ്തുഭോദ്ഭാസിതം ദിവ്യം ശംഖചക്രഗദാധരം, കൗസ്തുഭരത്നം കൊണ്ട് ശോഭിക്കുന്നവൻ, ശംഖചക്രഗദാ പത്മങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു, ദിവ്യമായിരിക്കുന്ന. അതേപോലെ തന്നെ ദിവ്യമായിരിക്കുന്ന രണ്ടും പറയാം. പീതാംബരം ചതുർബാഹും, പീതാംബരപ്പട്ട മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട്, 4 തൃക്കൈകളുണ്ട്. ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സം എന്ന മാറത്തുണ്ട്. കാരണം സർവലോകാനാം ദേവദേവം ജഗദ്ഗുരും, സകല ലോകങ്ങൾക്കും കാരണമായിരിക്കുന്ന ജഗദ്ഗുരുവായിരിക്കുന്ന ദേവദേവനായിരിക്കുന്ന വാസുദേവം ജഗന്നാഥം, വാസുദേവനായിരിക്കുന്ന ജഗന്നാഥനായിരിക്കുന്ന മഹത്തപാ തപ്യമാനം, മഹത്തായ തപസ് ചെയ്യുന്ന ഹരി. അങ്ങനെയാണ് ധ്യാനനിരതനായിരിക്കണ കണ്ടപ്പോൾ അച്ഛന് വലിയ സംശയമായി. ഭഗവാന്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ബ്രഹ്മാവ് ചോദിക്കുകയാണ്, ദേവദേവ ജഗന്നാഥ ഭൂതഭവ്യഭവത് പ്രഭോ തപശ്ചരസി കസ്മാത്വം കിം ധ്യായസി ജനാർദ്ദന. ഹേ ദേവദേവ, ജഗന്നാഥ, ജഗത്തിൻ്റെ മുഴുവൻ നാഥ, ജനാർദ്ദന, അങ്ങ് എന്തിനെയാണ് ധ്യാനിക്കുന്നത്? തപശ്ചരസി കസ്മാത്വം കിം ധ്യായസി ജനാർദ്ദന, അങ്ങ് ത്രികാലങ്ങൾക്കും പ്രഭുവാണ്. ഭവ്യ ഭൂതഭവത് പ്രഭു ആണ് ഭഗവാൻ, അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ അവിടുന്ന് തപസ് ചെയ്യാൻ എന്താണ് കാരണം? തപശ്ചരസി കസ്മാത്വം കിം ധ്യായസി ജനാർദ്ദന, ആരെയാണ് അങ്ങ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? വിസ്മയോയം മമാത്യർത്ഥം ത്വം സർവജഗതാം പ്രഭു, സർവജഗത്തിൻ്റെയും പ്രഭുവാണ് അങ്ങ് എന്ന് എനിക്കറിയാം. അപ്പോൾ അത് എന്നിൽ വല്ലാത്ത വിസ്മയത്തിന് കാരണമായി തീരുന്നു. ധ്യാനയുക്തോസി ദേവേശ കിഞ്ച ചിത്രമതപരം, പ്രഭുവായ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന അവിടുന്ന് ധ്യാനനിരതനായിരിക്കുന്നു. ഇതിനേക്കാൾ വിചിത്രമായിട്ട് വേറെ എന്താണ്? കിഞ്ച ചിത്രമതപരം, ഇതിനപ്പുറം അത്ഭുതകരമായിട്ട് വിചിത്രകരമായിട്ട് വേറെന്താണുള്ളത്? ത്വന്നാഭികമലാജാത, ഞാൻ അവിടുത്തെ നാഭീകമലത്തിൽ നിന്നുണ്ടായവനാണ്. കർത്താഹം അഖിലസ്യച, സകല ജനത്തിൻ്റെയും കർത്താവ്, സൃഷ്ടികർത്താവ് ഞാനാണ്. ത്വത്ത കോപ്യധികോസ്തത്ര, അങ്ങയേക്കാൾ ആരാധ്യനായ മറ്റൊരാൾ ഉണ്ടെങ്കിൽ അതാരാണ്? ആ ദേവൻ ആരാണ്? തം ദേവം ബ്രൂഹി മാപതേ. മാപതി എന്ന് പറഞ്ഞാൽ മാധവൻ എന്ന് പറയാറില്ലേ, ലക്ഷ്മീപതി. അപ്പം അതുകൊണ്ട് അത് എന്നോട് പറഞ്ഞു തരണേ. മാപതിയാണ് ഭഗവാൻ, ഉമാപതിയാണ് സാക്ഷാൽ മഹാദേവൻ. ഇപ്പം ഇവിടെ എന്നോട് അത് പറയണേ. ജാനാമ്യഹം ജഗന്നാഥ ത്വമാദി സർവകാരണം, ഞാൻ മനസ്സിലാക്കണു, ജാനാമി അഹം, അങ്ങ് ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ്, ആദിയും സർവകാരണവുമാണ് അവിടുന്ന്. കർത്ത പാലയിത ഹർത്ത സമർത്ഥ സർവകാര്യകൾ, അവിടുന്ന് സൃഷ്ടിക്കണു, രക്ഷിക്കണു, അതേപോലെ തന്നെ സംഹരിക്കണു. ഇപ്പം കാര്യരൂപമായ എല്ലാത്തിൻ്റെയും സമർത്ഥനായ കർത്താവാണ് അവിടുന്ന് എന്ന് ജാനാമി അഹം, ഞാൻ അറിയുകയും ചെയ്യുന്നു ഭഗവാനെ.
ഇച്ഛയാതേ മഹാരാജ സൃജാമ്യഹമിതം ജഗൽ ഹര സംഹരതേ കാലേ സോപി തേ വചനേ സദ. അതേപോലെ അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ഹേ മഹാരാജാവേ, ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. സൃജാമ്യഹമിതം ജഗൽ ഹര സംഹരത്തെ, ഹരൻ മഹാദേവൻ സംഹരിക്കണു കാലമെത്തുമ്പോൾ. ആ കാലമെത്തുമ്പോൾ ഹരൻ സംഹരിക്കുന്നതും ഞാൻ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ആ ഹരനും അങ്ങയുടെ ആജ്ഞാവർത്തിയാണ് എല്ലാ സമയത്തും. തേ വചനേ സദാ സോപി സ അപി, ആ മഹാദേവനും. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങ് ആരെയാണ് ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന 40ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ.
കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.